എയർ ഇന്ത്യക്കെതിരെ ആരോപണമായി ഹൃദയാഘാതം മൂലം വിദേശത്ത് മരിച്ച നമ്പി രാജേഷിന്റെ കുടുംബം. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചർച്ച നടത്താമെന്ന് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും പാലിച്ചില്ല. ബഹ്റൈനിലേക്ക് പോകാനായി എടുത്ത ടിക്കറ്റിന്റെ തുക പ്രതിഷേധത്തിന് ശേഷം മാത്രമാണ് മടക്കി നൽകിയതെന്നും കുടുംബം പ്രതികരിച്ചു. ഇന്നലെ രാവിലെ ഒമാൻ എയർവേസിൽ മൃതദേഹം എത്തിച്ച ശേഷം എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചിരുന്നു. ഈഞ്ചക്കലിലെ എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ മൃതദേഹം വെച്ചായിരുന്നു പ്രതിഷേധം. സംസ്കാരത്തിനു ശേഷം ചർച്ച നടത്താമെന്ന് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ അറിയിച്ചു. പിന്നാലെ 1 മണിക്കൂറോളം നീണ്ട പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ചടങ്ങുകൾക്ക് ശേഷം ഒരു ഫോൺ വിളി മാത്രമാണ് ഉണ്ടായതെന്ന് അമൃതയുടെ അച്ഛൻ പറയുന്നു. ചർച്ചയായിട്ടൊന്നും വന്നിട്ടില്ല. ഒരു ഫോൺ കോൾ വന്നു. ഇങ്ങനെ നല്ലൊരു സമീപനമല്ല അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതേസമയം അമൃതയുടെ ടിക്കറ്റിന്റെ പണം ബുധനാഴ്ചയാണ് എയർ ഇന്ത്യ ട്രാവൽ ഏജൻസിക്ക് മടക്കി നൽകിയത്. സംഭവ സമയത്ത് തന്നെ തുക തിരികെ നൽകിയെന്നായിരുന്നു എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടിരുന്നത്. സംഭവിച്ചതൊക്കെ വിഷമം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഭാഗത്തുള്ള തെറ്റല്ല. നിങ്ങൾക്ക് അന്ന് തന്നെയാണ് ഞാൻ റീഫണ്ട് ചെയ്തു. പക്ഷെ നിങ്ങളുടെ ഏജൻസിക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് തരാത്തതായിരിക്കാം. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഭർത്താവിനെ ശുശ്രൂഷിക്കാനായിരുന്നു ഒമാനിലേക്ക് അമൃത യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. അപ്രതീക്ഷിതമായി വിമാനങ്ങൾ റദ്ദാക്കുകയായിരുന്നു. മുന്നറിയിപ്പില്ലാതെ സർവീസുകൾ റദ്ദാക്കിയതോടെ ഒമാനിലേക്കുള്ള അമൃതയുടെ യാത്രയും മുടങ്ങി. പിന്നാലെ ഭർത്താവ് മരിച്ചെന്ന വാർത്തയുമെത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.